ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. യുവനടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതേസമയം കേസിൽ നടൻ ബോബി കുര്യനെയും സഹസംവിധായക ശാലിനിയെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, രഞ്ജിത്തിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. എന്താണ് വിവരങ്ങൾ? മായ, ഈ ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും മാത്രവുമല്ല തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി അവധിയായതിനാലാണ് ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കുന്നതിലേക്ക് മാറ്റിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഈ കേസിൽ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഈ നടിയുടെ പരാതിയിൽ പറയുന്നത് കാരവാനിൽ വെച്ചായിരുന്നു ലൈംഗിക അതിക്രമം ഉണ്ടായത്, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലും അന്നത്തെ ഈ ലൊക്കേഷനിലും ഒപ്പം തന്നെ ഈ കാരവാനിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസിന് ഇനി പൂർത്തീകരിക്കേണ്ടതുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കാരവൻ പോലീസ് കണ്ടെത്തിയിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻ വാളിന് സമീപത്ത് നിന്നായിരുന്നു ഈ കാരവൻ കണ്ടെത്തിയിരുന്നത്. കാരവനിൽ പോലീസ് വിശദമായി തന്നെയുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നതാണ്. കാരവനുള്ളിൽ CCTV ഇല്ല എന്നൊരു കാര്യം കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ഈ സംഭവ ദിവസത്തിൽ ഈ നടി കാരവനിലേക്ക് എത്തുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടെത്താൻ നിലവിൽ ഇപ്പോൾ പോലീസിന് സാധിച്ചിട്ടില്ല. ഏതായാലും രഞ്ജിത്തിനെ ഇവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ തന്നെ പോലീസ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ നടിയുടെ അടക്കമുള്ള മൊഴികളൊക്കെ പോലീസ് രേഖപ്പെടുത്തിയതാണ്. ഏതായാലും ഈ കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ഈ പ്രത്യേക സംഘം തന്നെ രഞ്ജിത്തിനെ കൂടുതലായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഇനി മറ്റ് തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടൻ ബോബി കുര്യനെയും സഹസംവിധായികയായിട്ടുള്ള ശാലിനിയെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ ഈ കേസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ ഒളിവിൽ കഴിയാനായിട്ട് സഹായമൊരുക്കി എന്നുള്ളൊരു കാര്യമാണ് ഇവർക്കെതിരായിട്ട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇവരെ പ്രതി ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അടക്കം ഒരു തീരുമാനമുണ്ടാവുക. രഞ്ജിത്തിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കിയവരെ അടക്കം ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് നടപടി സ്വീകരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഏതായാലും ഇത്തരത്തിലൊരു സഹായം ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈ ബോബി കുര്യനോടൊപ്പമായിരുന്നു. ബോബി കുര്യനോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയത്. ഈ ഒരു സാഹചര്യത്തിൽ ബോബിക്ക് ഈ രഞ്ജിത്തിനെ ഒളിവിലേക്ക് മാറ്റുന്നതിനടക്കമുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് എത്തുന്നത്. ഏതായാലും ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. മായ. ശരി, കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിനായി പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാൻ പോവുകയാണ്.